നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യസേവനത്തിൽ നിന്ന് 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച എളയാവൂരിലെ വിനോദ് കുമാറിനെ കണ്ണൂർ സോൾജേഴ്സ് ടീം സ്വീകരണം ഒരുക്കി. വലിയന്നൂരിലും എളയാവൂർ അമ്പലം പരിസരത്തുമായിരുന്നു സ്വീകരണം. ഒപ്പം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണവും അനുമോദനവും നൽകി. എളയാവൂർ തൃക്കോത്തുവീട്ടിൽ പരേതനായ ഗോവിന്ദൻ നമ്പ്യാരുടെയും കാർത്തിയാനി അമ്മയുടെയും മകനായി ജനിച്ച വിനോദ് കുമാർ 1994 ഏപ്രിലിലാണ് ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഭാഗമായത്. എഞ്ചിനീയറിംഗിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരത്തിനും അർഹനായി. തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ റിനോ, ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പരാക്രം, ഓപ്പറേഷൻ രക്ഷക് എന്നീ ദൌത്യങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി ട്രെയിനിംഗ് ടീമിന്റെ ഭാഗമായി തജാക്കിസ്ഥാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ MEG സെന്ററിൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2014 മെയ് 18 ജമ്മു കാശ്മീരിലെ അക്നൂർ സെക്ടറിൽ ബട്ടൽ എന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായി ബോർഡർ ആക്ഷൻ ടീം എന്ന പാകിസ്ഥാൻ പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനികളായ 6 തീവ്രവാദികളെ വധിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ് വലതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നു. ധീരതയും സാഹസികതയും മാനിച്ച് 2015 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരമായ മെൻഷൻ ഇൻ ഡിസ്ലാച്ചിന് അർഹനായത്. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ലിംബുമായി തന്റെ കർമ്മരംഗത്ത് വിനോദ് കുമാർ സജീവമായി. മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചു. സുദീർഘമായ 30 വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നാണ് ഇപ്പോൾ വിരമിച്ചിട്ടുള്ളത്. ഭഗവതി സേവ വൈസ് പ്രസിഡന്റ് TP സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സദാനന്ദൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. ഒരുപാട് പരിപാടിയിൽ ഈ ആദരിക്കൽ എന്ന പേരിൽ തന്നെ സംഘടിപ്പിച്ച ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. കുട്ടികളെ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുക, റാങ്ക് നേടിയ മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികളെ ആദരിക്കുക, കർഷക അവാർഡ് നേടിയ കർഷകരെ ആദരിക്കുക, വീട്ടമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ്, അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ്, ഒരുപാട് ചടങ്ങുകൾ ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സൈനികനെ ഇതുപോലെ സ്വീകരിച്ചാനയിച്ച് വേദിയിലിരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഈ പട്ടാളക്കാരുടെ ജീവിതം നമ്മൾ നേരിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. തുടർന്ന് ഹാരാർപ്പണവും അനുമോദനവും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഭഗവതി സേവാ സമിതി, അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്, ഉപാസന കലാ സാംസ്കാരിക വേദി, ബാലഗോകുലം, ഹരിശ്രീ സ്വയം സഹായ സംഘം, പാഞ്ചജന്യം സ്വയം സഹായ സംഘം, സേവികാ സമിതി, പ്രവാസി കൂട്ടായ്മ എന്നിവരായിരുന്നു ഹാരാർപ്പണം നടത്തിയത്. റിട്ടയർഡ് രക്ഷാധികാരി കേണൽ രാംദാസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സൈന്യ മാതൃശക്തി പ്രസിഡന്റ് കേണൽ സാവിത്രി അമ്മ, കണ്ണൂർ സോൾജേഴ്സ് ടീം പ്രസിഡന്റ് സുബേദ ലിജേഷ്, ജന്മഭൂമി റെസിഡന്റ് എഡിറ്റർ A. ദാമോദരൻ, പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് PR രാജൻ, രാമകൃഷ്ണൻ, KK സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിനോദ് കുമാർ മറുമൊഴി ഭാഷണവും നടത്തി. രാജ്യത്ത് തന്നെ ആദ്യത്തെ സൈനിക കൂട്ടായ്മയും ഏറ്റവും വലിയ സൈനിക കൂട്ടായ്മയുമായ കണ്ണൂർ സോൾജേഴ്സിന്റെ എൻ്റെ ചങ്കായ മിത്രങ്ങളെ, ഞാനിവിടെ നിങ്ങളുടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ എനിക്ക് തന്ന ആദരവ് രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച പൂർവ്വ സൈനികർക്കും അതുപോലെ രാജ്യത്തിന് വേണ്ടി ഇന്നും തൻ്റെ യൗവനം സമർപ്പിക്കുന്ന ധീരരായ സൈനികർക്കും സമർപ്പിക്കുകയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് വെറും ഒരു ഭംഗിവാക്കായി മാറും. കാരണം എന്നെ ഞാനാക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെയൊക്കെ വീട്ടുമുറ്റത്തും നിങ്ങളിൽ ഒരാളായും കളിച്ചു വളർന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നത് എൻ്റെ യൗവനം ഞാൻ രാജ്യത്തിന് സമർപ്പിച്ചു. അത് ഈ നിൽക്കുന്ന ഓരോ സൈനികനും തൻ്റെ ഇടനെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ എൻ്റെ യൗവനം സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിലൂടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.